ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയുടെ 36 വീക്കിലെ 36ാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കുഞ്ഞിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കുഞ്ഞിന് ഈ സമയത്ത് 36 വീക്കിലെ നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം ഒരു 2.4 kg മുതൽ 2.6 kg വരെ ആയിരിക്കും കുഞ്ഞിന്റെ വെയിറ്റ്. ഹൈറ്റ് ഏകദേശം ഒരു 46 സെന്റിമീറ്റർ മുതൽ ഒരു 48 സെന്റിമീറ്റർ വരെ ആയിരിക്കും കുഞ്ഞിന് ഹൈറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ വളർച്ചയൊക്കെ മുഴുവനായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ സ്കിന്നിലുണ്ടായിരുന്ന ഹെയർ, ലാനിക്കോ എന്ന് പറയുന്ന ഹെയർ ഒക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ തലയിലൊക്കെ മുടി നഖം അതൊക്കെ കുഞ്ഞിന് വളരുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന വെർണിക്സ് കാഷ്യോസ് എന്ന് പറയും, നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ ദേഹത്തൊക്കെ വെള്ള നിറത്തിൽ ഇങ്ങനെ പാട പോലെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്ത്, കുഞ്ഞിന്റെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് ഈ വെർണിക്സ് കാഷ്യോസ്. അപ്പൊ അതും ഈ സമയത്ത് പോയിട്ടുണ്ടായിരിക്കും. ഇത് പോയിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞാലും ചില അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ തുടച്ചു കളഞ്ഞാൽ തന്നെ അത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പൊക്കോളും. അപ്പം അതൊക്കെ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ 36 വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന്റെ ഫുൾ ഗ്രോത്ത് ഒക്കെ ഏകദേശം മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിന്റെ ലങ്സും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ജനിച്ചു കഴിഞ്ഞിട്ടും ഡെവലപ്മെന്റ് നടക്കുന്ന കുഞ്ഞിന്റെ ലങ്സ്, ബ്രെയിൻ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഡെലിവറി നടന്നാൽ ഇപ്പോൾ 36 വീക്കിലൊക്കെ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ചിലർ ഈ സമയത്ത് ഡെലിവറി ആവാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ വരുന്ന ആഴ്ചകളിലൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാവുന്ന സമയമാണ് ഇതൊക്കെ. 36 വീക്ക് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഡെലിവറി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചിലർക്ക് ഒരുപാട് ലേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 40 വീക്ക് അല്ലെങ്കിൽ ഒരു 41, 42 വീക്ക് വരെയൊക്കെ മാക്സിമം നമ്മൾ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യാൻ പറയാറുണ്ട്. പെയിൻ വന്ന് ഡെലിവറി ആവാൻ വേണ്ടി, നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയും. ചിലർ മുൻകൂട്ടി നമുക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഏകദേശം ഒരു 39 വീക്കിലൊക്കെ നമ്മുടെ ബേബി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കൊരു 39 വീക്കിലൊക്കെ നമുക്ക് മരുന്ന് വെച്ച്, വേദന വരാനായിട്ട് മരുന്ന് വെച്ച് നമുക്ക് ഡെലിവറി എടുക്കും. അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് നമുക്ക് തന്നെ ഡെലിവറി പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു 42 വീക്ക് വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഡോക്ടർ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ വരിക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെലിവറി ഡേറ്റ് ഒക്കെ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഡോക്ടേഴ്സ് മുൻകൂട്ടി പറഞ്ഞവരൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ ലാസ്റ്റ് സ്കാൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡെലിവറി ഡേറ്റ് അവർ പറയും, എന്നാണ് വന്ന് അഡ്മിറ്റ് ആവേണ്ടത്, ഏകദേശം എന്നായിരിക്കും എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കിനി അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്ന് നോക്കാം. അമ്മയ്ക്ക് ഈ സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 2-3 ആഴ്ചകളൊക്കെ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ വേഗം ഡെലിവറി നടക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും. കുഞ്ഞിന്റെ തല തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും തല തിരിഞ്ഞ് താഴേക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും. സെഫാലിക് പ്രസന്റേഷനിലാണ് നമുക്ക് കുഞ്ഞ് ഡെലിവറിക്ക് വേണ്ടത്. ഡെലിവറിക്ക് വേണ്ട പൊസിഷനാണ് സെഫാലിക് പ്രസന്റേഷൻ. നമ്മുടെ കുഞ്ഞിന്റെ ഹെഡ് താഴെ ആയിരിക്കണം. അപ്പൊ ഇനി ഹെഡ് ഏകദേശം ഒരു 32 വീക്ക് അല്ലെങ്കിൽ 32 വീക്ക് മുതൽ കുഞ്ഞിന്റെ ഹെഡ് ഡൗൺ ആവാനായിട്ട് തുടങ്ങും. ചിലർക്ക് ഡെലിവറി അടുക്കുന്ന സമയത്ത് 39ലൊക്കെ ആയിരിക്കും കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വരിക. ഇനി ഈ സമയത്ത് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് ഹെഡ് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ കുഞ്ഞ് തല തിരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെ താഴേക്ക് ഇറങ്ങാനായിട്ടാണ് തുടങ്ങുക. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ തല താഴേക്ക് ഇറങ്ങി നമ്മുടെ പെൽവിക് ബോണില്ലേ, പെൽവിക് ബോണിന്റെ ഉള്ളിൽ വന്ന് കുഞ്ഞിന്റെ തല ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കും. ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് കുഞ്ഞ് അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്യുക, കുഞ്ഞിന്റെ ഹെഡും ബാക്കി ബോഡിയൊക്കെ. അപ്പം നമ്മുടെ കുഞ്ഞിന്റെ തല അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വയറൊന്ന് താഴേക്ക് ഇടിഞ്ഞ പോലെ തോന്നും, താഴേക്കൊന്ന് വയറ് ചെറുതായിട്ട് ഇറങ്ങിയ പോലെ തോന്നും. അപ്പൊ നമ്മുടെ പഴയ അമ്മമാരൊക്കെ വീട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, വയറ് താഴേക്ക് ഇറങ്ങി അപ്പൊ ഇനി വേഗം ഡെലിവറി ഉണ്ടാവും എന്നൊക്കെ. അപ്പൊ ഡെലിവറി അടുക്കുന്ന സമയത്ത് വരുന്ന ഒരു ലക്ഷണം കൂടിയാണിത്, നമ്മുടെ വയറൊന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ തോന്നും. അതുപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടാവുന്ന നമുക്ക് എന്താ പറയാ, നമുക്ക് ഉണ്ടാകുന്ന ശ്വാസം മുട്ട്, ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമുക്ക് ദഹനക്കുറവ്, ഗ്യാസിന്റെ പ്രശ്നം, അതൊക്കെ നമുക്ക് ഈ സമയത്ത് കുറയും. കുഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ കുറയും. കുഞ്ഞിങ്ങനെ തല താഴേക്ക് ഇറങ്ങി ഡെലിവറിക്ക് വേണ്ടി നമ്മുടെ പെൽവിക് ബോണ്ട് അവിടേക്ക് കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. കാരണം നമ്മുടെ കുഞ്ഞ് തല താഴെ പെൽവിക് ഏരിയയിൽ വന്ന് ഇരിക്കുകയാണ്, അവിടെ ഫിക്സ് ആയി ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ നടക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞിന്റെ തല ഇങ്ങനെ നമ്മുടെ വെജൈനൽ ഏരിയയ്ക്ക് ഒരു പ്രഷർ കൊടുക്കും, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തള്ളുന്ന പോലെ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യൂറിനറി ബ്ലാഡറിനൊക്കെ ഒരു പ്രഷർ വരുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെജൈനൽ ഏരിയയിലേക്ക് ഒരു പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നതിന്റെ സിംറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ പറയാ, ഈ സമയം മുതൽ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസുകൾ, സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്യും. ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നമുക്ക് നമ്മുടെ പെയിൻ വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനൊക്കെ, പെയിൻ സഹിക്കാനൊക്കെ നമുക്ക് പറ്റാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ നമുക്ക് വേഗം നോർമൽ ഡെലിവറി നടക്കാനും നമ്മുടെ ഡെലിവറി എളുപ്പമാവാനൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. നമ്മുടെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മുടെ ഒപ്പമുള്ള ഒരു സാധനമാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂഡ് സ്വിങ്
നമുക്ക് എന്താ പറയാ എങ്ങനെയാണ് മാറ്റാന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കാം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഹാപ്പി എന്താ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് എന്ന് മാറുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പാട്ട് കേൾക്കുമ്പോഴായിരിക്കും. അപ്പൊ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട് നിങ്ങൾ അതിനുള്ള എന്താണെന്ന് വെച്ചാൽ അതിന്റെ റെമഡി നിങ്ങൾ ചെയ്യാം. അപ്പൊ ചില ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ചില ഫുഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂഡ് മാറ്റുന്ന ചില ഫുഡൊക്കെ ഉണ്ട്. നട്ട്സ്, ബദാം, ചോക്ലേറ്റ്, ഓട്സ്. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ മൂഡ് മാറുന്നത്, ഹാപ്പി ആവുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ള ഫുഡൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് കൂടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത് പ്രഗ്നൻസി ആവുമ്പോൾ തന്നെ നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് കുറച്ച് കൂടും. പിന്നെ അങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരും. അപ്പൊ ഇത് നമ്മുടെ ഇതൊക്കെ ചിലർക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും, ചിലർക്ക് പാല് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി റെഡി ആവുന്നതാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് 36 വീക്കിൽ അമ്മയ്ക്കും കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ. അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.